ഹായ് ഫ്രണ്ട്സ്, മമ്മൂട്ടി എവിടെയാണ്? മലയാള സിനിമയിൽ മമ്മൂട്ടി എവിടെയാണ്? മമ്മൂട്ടിയുടെ അപ്ഡേറ്റ് എവിടെയാണ്? മമ്മൂട്ടിക്ക് എന്താണ് പറ്റിയത്? മമ്മൂട്ടിയുടെ സ്റ്റേജ് എന്താണ്? അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് തിരിച്ചു വരും എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു അറിവുമില്ല, യാതൊരു അപ്ഡേറ്റുമില്ല. ചില ചാനലുകൾ ചുമ്മാ പറയുന്നു അടുത്ത ആഴ്ച ജോയിൻ ചെയ്യും, അടുത്ത ആഴ്ച ജോയിൻ ചെയ്യും. ഇതൊക്കെ ചുമ്മാ പറയുന്നതാണെന്നാണ് അറിയാൻ സാധിച്ചത്. കാരണം മമ്മൂട്ടിയുടെ ഒരു അവസ്ഥയും ഇപ്പോൾ വെളി വന്നിട്ടില്ല. ആരും അപ്ഡേറ്റുകൾ പുറത്തു വിടുന്നില്ല. എന്ത് പറ്റി എന്നുള്ള കാര്യത്തിൽ ഈ അനിശ്ചിതത്വത്തിൽ ഇപ്പോഴും നിൽക്കുകയാണ്. സിനിമ സിനിമ ഇപ്പൊ എം എം എൻ എന്ന് പറയുന്ന സിനിമ, അതായത് മഹേഷ് നാരായണൻ, നയൻതാര, മോഹൻലാൽ, മമ്മൂട്ടി സിനിമ. ആ സിനിമ പോലും ഇപ്പൊ ഷൂട്ടിംഗ് മമ്മൂട്ടിയുടെ ഭാഗങ്ങൾ ഒഴിച്ചുള്ള ബാക്കിയുള്ള ഭാഗങ്ങളാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും താമസിക്കും മമ്മൂട്ടിയിൽ ജോയിൻ ചെയ്യാനാണ് അറിയാൻ സാധിച്ചത്. എന്തുകൊണ്ട്? നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് അടുത്ത ആഴ്ച, ഈ കഴിഞ്ഞ മാസം 15-ാം തീയതി ജോയിൻ ചെയ്യും, ഇപ്പൊ ഈ മാസം 15-ാം തീയതി ജോയിൻ ചെയ്യും. എന്താണ് അവസ്ഥ? ഒരു ഇതുമില്ല, ഒരു അപ്ഡേറ്റും ഇല്ല. ഇനി മമ്മൂട്ടിയുടെ ഒരു തിരിച്ചു വരവെന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പം സാധ്യമാണോ എന്നുള്ള കാര്യം പോലും സംശയമായിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം തന്നെ 75 വയസ്സിനോട് അടുപ്പിച്ചായി. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇനി ഈ ഒരു രോഗത്തെ അതിജീവിക്കുക? അല്ലെങ്കിൽ മനുഷ്യൻ, നമുക്ക് എല്ലാവർക്കും അറിയുന്നുള്ളത് തന്നെ, മനുഷ്യന്റെ ശരീരത്തിലെ നമ്മുടെ പ്രതിരോധ ശേഷി എന്ന് പറയുന്നത് വയസ്സാകുന്നതോറും നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഈ 75 വയസ്സായ ഒരാളിന് ഈ ഒരു അസുഖം പിടിപെട്ട് കഴിഞ്ഞാൽ എത്രത്തോളം പുള്ളിക്ക് പ്രതിരോധ ശക്തി കാണും തിരിച്ചു വരാനുള്ള എന്നൊക്കെ ഉള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നാലും നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത ആഴ്ച വരും, അതിൻ്റെ അടുത്ത ആഴ്ച വരും എന്നുള്ള കാര്യം. പക്ഷേ ഒരു അപ്ഡേറ്റും വെളി വരുന്നില്ല. എല്ലാവരും പറയുന്നു ആ സുഖമായിരിക്കുന്നു, വേറെ കുഴപ്പമില്ല. ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ വാട്സപ്പ് ചാനലും ഫേസ്ബുക്ക് പേജ് മാത്രം വർക്കായിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ഒരു മലയാളത്തിൽ അപ്ഡേഷൻ വരുമ്പോഴത്തേക്കും അതിൽ ഇടുന്നു. കാരണം എന്തെങ്കിലും മരണം വരികയാണെങ്കിൽ ആദരാഞ്ജലികൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഇപ്പം ആ ഒരു വാട്സപ്പ് ചാനലിലാണെങ്കിലും ഫേസ്ബുക്ക് പേജിലാണെങ്കിലും വരുന്നത്. പക്ഷെ അതൊന്നും മമ്മൂട്ടിയല്ല ചെയ്യുന്നെന്നുള്ള കാര്യം ചോറ് തിന്നുന്ന മലയാളികൾക്ക് മനസ്സിലാവും. കാരണം അതൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി ഓരോ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി ഓരോരുത്തരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവരാണ് അത് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ എവിടെയാണ് മമ്മൂട്ടി? അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ അപ്ഡേറ്റ് എന്താണ്? യഥാർത്ഥ അപ്ഡേറ്റ് ഇവിടെ എന്ന് വെളി വരും? കാരണം മമ്മൂട്ടിക്ക് ഒരു അസുഖം ഉണ്ടെന്നുള്ളത് പോലും അവർ വെളി വിട്ടിട്ടില്ല. അത് എങ്ങനെയോ ലീക്കായി വന്നതാണ്. അപ്പോഴാണോ അത് വെളി വന്നത് തന്നെ, മമ്മൂട്ടിക്ക് ഒരു അസുഖം ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ അസുഖം ഉണ്ടെന്ന് വെളി വന്നത് പോലും അവർ പുറത്തു വിട്ടിട്ടല്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ള ആൾക്കാരുടെ മറുപടി കാരണമാണ് അവർ പറയുന്നത് കുഴപ്പമില്ല, സുഖമായിരിക്കുന്നു. അല്ലാതെ മമ്മൂട്ടിക്ക് സീരിയസ് ആണെന്ന് ആരെങ്കിലും പറയൂ? അല്ലെങ്കിൽ സീരിയസ് ആണെങ്കിൽ ആരും പറയൂല. രോഗം ഉണ്ടെന്ന് പോലും പറയാത്ത ടീമാണ്. അപ്പോൾ അസുഖം സീരിയസ് ആണോ അല്ലെങ്കിൽ എന്താണ് കാര്യം എന്നുള്ള കാര്യം പോലും വെളി വിടുന്നില്ല അവർ. എവിടെയാണ് ചികിത്സയിൽ? അല്ലെങ്കിൽ ഏത് സ്റ്റേജായി? മാറ്റം ഉണ്ടോ? ഇതൊന്നും വെളി വിടുന്നില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? നമ്മളൊരു സിനിമ ആരാധകർ അല്ലെങ്കിൽ മമ്മൂട്ടി ആരാധകർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അപ്ഡേറ്റ്സ് അവർ തരണം. എന്ത് അസുഖമാണ്, എങ്ങനെയാണ് ഇനി മുമ്പോട്ടുള്ള ഭാവി, ഇനിയുള്ള സിനിമകളിൽ അഭിനയിക്കാനുള്ള ഭാവി, ഇനി എന്തൊക്കെ രീതിയിലുള്ള സിനിമകളായിരിക്കും ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നത്, കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ റെസ്ട്രിക്ഷൻസ് ഇനി വരുത്തേണ്ടി വരുമോ? എന്താണ് മമ്മൂട്ടി എവിടെയാണ്? അതെങ്കിലും പറയും. അല്ലാതെ ഒരു അപ്ഡേഷൻ തരാതെ മലയാള സിനിമയെ തന്നെ, അല്ലെങ്കിൽ കുറേ സിനിമകൾ മമ്മൂട്ടിയുടേതായിട്ട് ഇനി വരാൻ വെളിയിലുണ്ട്. കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമ റിലീസിന് വരാണ്. നമുക്കറിയാതുള്ളതുപോലെ ഡൊമിനിക് എന്ന് പറയുന്ന സിനിമയിലും ബസൂക്ക എന്ന് പറഞ്ഞ സിനിമയിലൊന്നും മമ്മൂട്ടിയുടെ പ്രൊമോഷൻ ഇല്ലായിരുന്നു. ഡൊമിനിക്കിൽ ഒരു ഇന്റർവ്യൂ എന്തോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ ബസൂക്കയ്ക്കകത്ത് ഒരു പ്രൊമോഷനും മമ്മൂട്ടി ഭാഗമായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമ മെയ് മാസം റിലീസ് ആവുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ പ്രൊമോഷന് മമ്മൂട്ടി എത്താനുള്ള സാധ്യതയില്ല. അപ്പോൾ ഇനിയുള്ള സിനിമകൾ മമ്മൂട്ടിയുടെ സിനിമ ജീവിതം എന്ന് പറഞ്ഞത് ഇപ്പോൾ അനിശ്ചിത അവസ്ഥയിൽ നിൽക്കുകയാണ്. കാരണം ഒരു അപ്ഡേഷനും ഇല്ല. ഇനി ആരെങ്കിലുമൊക്കെ കഥയായിട്ടൊക്കെ പോകും തോന്നുന്നുണ്ടോ? ഇനി മമ്മൂട്ടി വെളിയിൽ എന്ന് വരുമെന്നുള്ള കാര്യം പോലും ഒരാൾക്കും, ഫാൻസുകാരുടെ ഗ്രൂപ്പിലാണെങ്കിൽ പോലും ആർക്കും അത് അറിഞ്ഞൂടാ. അത് എന്താണെന്നുള്ള കാര്യം പോലും ആർക്കും അറിഞ്ഞൂടാത്ത ഒരു അവസ്ഥയാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ന്യൂസ് എവിടെന്നെങ്കിലും കിട്ടിയെങ്കിൽ പോലും അത് വെറും ഫേക്കാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കണം. അവരൊന്നും വെളിവിടുന്നില്ല. അവരെന്താണെന്നുള്ള കാര്യം പോലും, മമ്മൂട്ടിക്ക് ഈ ഒരു അസുഖം ഉണ്ടെന്ന് പോലും അവർ വെളിവിടാത്ത ടീമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ രോഗത്തിന്റെ അവസ്ഥയൊന്നും വെളിവിടില്ല. നമ്മൾ ചിലപ്പോൾ അവസാന നിമിഷമായിരിക്കും അറിയുന്നത് സീരിയസ് ആണ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ഒരു സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുന്നതാണെന്ന്